കുട്ടികളെ നമ്മൾ പേടിക്കണം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വീട്ടിനകത്തേക്ക് വരുന്നത് മുതൽ നമ്മളെ ജോലിക്ക് ശേഷം വന്ന നമ്മളെ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് വരെ, അല്ലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നമ്മളുടേത്. നമ്മുടെ കുട്ടികളെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ചും അവരുടെ ധാർമ്മിക ബോധവും വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതും എല്ലാം അച്ഛനമ്മമാരുടെ കടമയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഒരു നിശ്ചിത സമയം അവരുടെ കൂടെ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, നമ്മളുടെ പ്രവൃത്തികൾ അവർ നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് അവസ്ഥയിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് എടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? സാധാരണ എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും പാനിക് ആവുകയും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കണ്ടമാനം ഷൗട്ട് ചെയ്യുകയോ പാനിക് ആവുകയോ അല്ല ചെയ്യേണ്ടത്. ആ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കാണിച്ചു കൊടുത്താൽ കുട്ടികളത് അബ്സർവ് ചെയ്യും. അവർ ആ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുമ്പോൾ അവർ വളരെ ബോൾഡായിട്ട് നമ്മൾ ചെയ്തതുപോലെ അവർ ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളോട് പറയും, കള്ളം പറയരുത്, മറ്റൊരാളുടെ സാധനം എടുക്കരുത് എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സ്കൂളുകളിലും നമ്മൾ വീടുകളിലും ഒക്കെ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മാറി നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിസ്സാരമായിക്കോട്ടെ ഒരു കള്ളം പറയുകയാണെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് അമ്മയും അച്ഛനും കള്ളം പറയുന്നുണ്ട്, അപ്പോൾ കുറച്ച് നമുക്കും പറയാം. പക്ഷേ നമ്മൾ പറയുന്നതല്ല അവർ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയാണ് അവരെപ്പോഴും നിരീക്ഷിക്കുന്നത്. കൂടാതെ വീടുകളിൽ തന്നെ നമ്മൾ സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, മറ്റുള്ളവരോട് സംവദിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി വേണം കുട്ടികളെ കാണിച്ചു കൊടുക്കാനായിട്ട്. കാരണം അവരതെല്ലാം നിരീക്ഷിച്ച് അവരെ ഒരു കമ്പ്യൂട്ടർ പോലെ അവരുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നെയ്ബേഴ്സിനോട് നമ്മൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഏത് രീതിയിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കേണ്ട രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ എപ്പോഴും പ്രസൻറ്റ് ചെയ്യണം. കാരണം അവർ നമ്മളെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, കുട്ടികൾ നമ്മുടെ അച്ഛനെ പോലെയാണ്. കാരണം അച്ഛനേക്കാൾ ഉപരി നമ്മളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കുട്ടികളാണ്.